എല്ലാവർക്കും നമസ്കാരം. പിന്നെ സുഖമാണോ? ഞാനൊരു കാര്യം പറയാമെന്നാണ്. ഇന്നലെയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിനായിട്ട് പോയത്. ഇന്നാണ് ആക്ച്വലി കല്യാണം എന്നാണ്, പക്ഷേ ഇന്നലെ ഒന്ന് പോയി, കല്യാണ വീട് വരെ ഒന്ന് പോയി. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര തിരക്കായിട്ട്, ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പ്രിയദർശിനി ബസ്സിലൊന്നും കയറാനേ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പം അങ്ങോട്ട് പോയപ്പം പല ബസ്സുകൾ കയറി ഇറങ്ങിപ്പോയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനിടയ്ക്ക് എനിക്കൊരു ഒരു സന്തോഷം തോന്നിയൊരു സംഭവം ഉണ്ടായത് ഞാൻ പറയാമേ. എന്ന് വെച്ചാൽ നമ്മൾ വൈക്കം വഴിയാണ് വന്നത്. അപ്പോൾ വൈക്കത്ത് അമ്പലത്തിൻ്റെ അവിടുന്ന് ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ആ ബോട്ട് ജെട്ടിയിൽ നമുക്ക് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നേരെ ഇപ്പുറത്ത് തവണക്കടവ് വരും, അവിടെ വരെയാണ് വരുന്നത്. അവിടെയുണ്ട് ബോട്ട് ജെട്ടി. ഈ രണ്ട് ബോട്ട് ജെട്ടികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. സർക്കാരിൻ്റെ തന്നെ ഒരു സംരംഭമാണ്. നല്ല രസമാണ്, യാത്രയും സുഖമാണ്. നല്ല സുഖകരമായ കാറ്റൊക്കെ കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ഈ ബസ്സിൽ ഈ തിരക്കുമില്ല, നല്ല സുഖമായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വന്ന വഴിക്ക് ആ ബോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇഷ്ടപ്പെട്ട ഒരു യാത്രയാണ്. ഒരു ചെറിയൊരു യാത്രയുള്ളായിരുന്നു. അപ്പം വളരെ തുച്ഛമായ റേറ്റും ഉള്ളൂ. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 8 രൂപ 6 രൂപയോ അങ്ങനെ കണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ടിക്കറ്റ് ചാർജേ ഉള്ളൂ. 75 പേർക്കൊക്കെ കയറാൻ പറ്റിയൊരു ബോട്ടാണ്. അങ്ങനെ ഒരുപാട് ബോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഞാൻ വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും കാണണേ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വൈക്കം ബോട്ട് ജെട്ടി. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യപ്രദമായ സീറ്റുണ്ട്. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബോട്ട്, ഇതുപോലെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ ബോട്ട് സർവീസ് നല്ല രീതിയിൽ നടക്കുന്നതാണ്. കാരണം പെട്ടെന്ന് തന്നെ ഡിസ്റ്റൻസ് വളരെ കുറവാണ് ഇതിലൂടെ പോകാനായിട്ട്. എന്നുവെച്ചാൽ യാത്ര ചെയ്യേണ്ട ദൂരപരിധി കുറയും. ഈ ബോട്ട് ഇങ്ങനെ ഈ രണ്ട് ജെട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ബോട്ട് സർവീസ് ആളുകൾക്ക്, സ്ഥിരം യാത്രക്കാർക്ക് ഭയങ്കരമായിട്ട് എളുപ്പമുള്ള ഒരു സർവീസാണ്. ഒരു 75 പേർക്ക് കയറാവുന്ന ഒരു ബോട്ടാണിത്. ഇഷ്ടപ്പെട്ടു, നല്ല യാത്രയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ സുഖപ്രദമായ സീറ്റിലൊക്കെ ഇരുന്ന് നമുക്ക് കാണാനും, ഈ കടൽ കായൽ, വെമ്പനാട്ട് കായലിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ കായലിൽ നിന്ന് വരുന്ന കാറ്റിന് ഭയങ്കര തണുപ്പുമാണല്ലോ. നല്ല ഈ ഒരു സമയമായതുകൊണ്ട് കേട്ടോ. മഴക്കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് പോകുമ്പോഴത്തേക്ക് ഈ മഴ അടിച്ച് കയറ്റി അന്നേരം ഒരു ദുർഘടമായ യാത്രയാണെന്നാണ് പറയുന്നത്. പിന്നെ അതുമല്ല, ഈ ബോട്ട് ഇങ്ങനെ ഈ ഓളപ്പരപ്പിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ ദൂരെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടി തോന്നുന്നത്. കാരണം ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചൊക്കെ പോകുമ്പോഴേ ഒരു ടെൻഷനുണ്ട്. പക്ഷേ അകത്തിരിക്കുന്നവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. എന്താണേലും ഇത്രയും പേർക്ക് സുഖകരമായിട്ട് ഇരുന്ന് പോകാവുന്നൊരു ബോട്ട് സർവീസാണ്. പിന്നെ മാത്രമല്ല, കൊച്ചു കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിലും ഒരുപാട് ഷെയ്ക്കാവുന്നില്ല. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. വേറെ ബസ്സിൽ പോകുമ്പോൾ ഉള്ള യാത്രാ തിരക്കുകളോ ഒന്നുമില്ല. പിന്നെ തുച്ഛമായ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ 12 രൂപ ഉണ്ട്. 12 രൂപയുടെ ടിക്കറ്റാണ്. ഞങ്ങൾ 2 പേരുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ മകളും ഉണ്ടായിരുന്നു. അപ്പം 6 രൂപയേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നതിന്. ഇതാണ് ഒരു ബോട്ട് കാണുന്നില്ലേ, അത് അപ്പുറത്തുനിന്ന് വിട്ട് വരുന്നതാണ്, തവണക്കടവിൽ നിന്ന് വരുന്നതാണ്. അതുവഴി നേരെ ചേർത്തലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പുറത്തെ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അക്കരെ വരെ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കത്തില്ല. അത്രയും സമയം കൊണ്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാമെന്നറിയാമോ? അത് തന്നെ ഭയങ്കര ഒരു ലാഭമാണ് നമുക്ക്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചേർത്തലയിൽ നിന്ന് ഈ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് അവിടുന്ന് ബോട്ടിൽ കയറിയ വൈക്കത്ത് അമ്പലത്തിൻ്റെ അവിടെ ഡയറക്റ്റ് ചെല്ലാവുന്ന ഒരു ബോട്ട് സർവീസാണിത്. അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് അവിടെ കൗണ്ടറുണ്ട്. ടിക്കറ്റ് നമ്മൾ പറയുന്നപ്പം ഓരോരുത്തർക്കും ഇത്ര 6 രൂപ ടിക്കറ്റ് എടുക്കുക, ബോട്ടിൽ കയറിയിരിക്കുക. അക്കരയിൽ സുഖമായിട്ട് നമുക്ക് ചെന്നിറങ്ങാനും പറ്റും. പിന്നെ ഈ കപ്പാസിറ്റി ഉണ്ടല്ലോ, 75 പേരിൽ കൂടുതൽ കയറ്റത്തില്ല. കാരണം ബോട്ടല്ലേ, ബോട്ടിനകത്ത് നമുക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് യാത്രക്കാർക്ക് സുഖമല്ലേ, ഏറ്റവും നല്ല സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതിനകത്ത് ബോട്ടിനകത്ത് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഇടാനും പറ്റും. ഇതാണ് ആ ബോട്ടിൻ്റെ ഒരു വ്യൂ. ഓക്കെ, താങ്ക് യു.